വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്ന് സിമ്പിൾ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. സോ ഇപ്പോൾ ഭയങ്കര വെയിലൊക്കെ അല്ല, സോ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ആയിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദിസ് ഇസ് മൈ മേക്കപ്പ് കിറ്റ്. സോ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. സോ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, സോ മോയ്സ്ചറൈസർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം ലിപ് ബാം അപ്ലൈ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഇപ്പം ഭയങ്കര വെയിലാണ്, സോ സൺസ്ക്രീൻ മസ്റ്റാണ്. സോ ആഫ്റ്റർ മോയ്സ്ചറൈസർ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ സൺസ്ക്രീൻ കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്താലാണ് ഇതൊന്ന് സെറ്റായി കിട്ടുക സൺസ്ക്രീൻ. സോ ഐ നീഡ് ടു ബ്ലെൻഡ്, കുറേ ബ്ലെൻഡ് ചെയ്യണം. സോ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഓക്കെ, നമ്മൾ സൺസ്ക്രീൻ കഴിഞ്ഞു. ആൻഡ് നൗ നമുക്കത് സെറ്റ് ചെയ്യണം. സോ ഇവിടെ കോമ്പാക്റ്റ് എടുക്കുന്നുണ്ട്. ലൂസ് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ്. സോ ഞാനിപ്പോൾ ഇതാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മിറർ എടുക്കാൻ മറന്നുപോയി. കോമ്പാക്റ്റിന് മിറർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കയ്യിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് നോക്കി. സോ നമ്മൾ ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എല്ലായിടത്തേക്ക് എത്തിക്കുക. ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എത്തിക്കുകയല്ല, ഫസ്റ്റ് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എല്ലായിടത്തും കൊണ്ടുപോവുക. എന്നിട്ട് അതവിടെ നിൽക്കുക. ബ്ലെൻഡ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. കുറച്ചൊരു ഈ ഒരു കണ്ണും അതേപോലെ ചെയ്തതിന് ശേഷം ജസ്റ്റ് എല്ലായിടത്തും എത്തിക്കുക കൺസീലർ. ഇതൊക്കെ അവിടെ തന്നെ വെക്കാം. ഇപ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ജസ്റ്റ് ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് ടൈം ആയല്ലോ. എന്നിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും വൈപ്പ് ചെയ്താക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ കുറച്ച് സെറ്റ് ആയിട്ടുണ്ട്. അത് തന്നെ സെറ്റായി. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടി ഡാബ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ എന്താ പറയുക, എല്ലായിടത്തും എത്തും ചെയ്യും, നന്നായിട്ട് കൺസീൽ ആവുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കൺസീലർ ഇട്ടിട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പം കുറേ കൺസീലർ നമ്മൾ കയ്യിൽ പോരും. അങ്ങനെയാണ്. ഇതാകുമ്പോൾ നന്നായിട്ട് കൺസീൽ ചെയ്ത് കിട്ടും. നോക്കൂ, അതായത് കൺസീൽ ചെയ്ത് കിട്ടും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ ആഫ്റ്റർ കൺസീലർ ഒന്നുകൂടി നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഞാനിപ്പം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ മേക്കപ്പാണ്, വേണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എടുത്തതിന് വരുമ്പം ഞാൻ എന്താ പറയുക, ഹൈലൈറ്റർ എടുക്കാൻ മറന്നുപോയി. ഞാൻ ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഞാൻ എടുക്കാൻ മറന്നുപോയി, പിന്നെ ചെയ്തില്ല. ഓക്കെ,
ആൻഡ് നെക്സ്റ്റ് തിങ് നമ്മൾ കോമ്പാക്റ്റ് ഇട്ടിട്ട് ഫുൾ സെറ്റ് ആയല്ലോ. എന്നിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുക. സോ ബ്ലഷിന് ഫസ്റ്റ് എനിക്ക് നല്ലൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുണ്ട്, ഒരു പിങ്ക്. ഞാൻ ലിപ്സിൽ എനിക്ക് മാച്ച് അല്ല, സോ ഐ യൂസ് ദിസ് ബ്ലഷ്. ഇത് നല്ല ഷെയ്ഡാണ് ആക്ച്വലി, കുറച്ച് നല്ല ഫെയർ സ്കിന്നിനൊക്കെ നല്ല മാച്ച് ആവും ഷെയ്ഡ്. ഇത് ലോറിയൻ്റെതാണ്. ഓക്കെ, ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് അല്ല, അതുകൊണ്ട് ഒന്നും കൂടി സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഐ യൂസ് ബ്ലഷിൻ്റെ പൗഡർ. ഓക്കെ, അതാകുമ്പോൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ലിക്വിഡ് അപ്ലൈ ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി നല്ല സെറ്റായി നിൽക്കും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു ബ്ലഷ്. ഓക്കെ, ആക്ച്വലി ഇപ്പോൾ ബ്ലഷ് കുറച്ച് നല്ലോണം ഉണ്ട്, നല്ലോണം മീൻസ് കുറച്ച്, പക്ഷേ ക്യാമറയിൽ നന്നായിട്ട് കാണുന്നില്ല. സോ ബ്ലഷ് ഇടാത്ത പോലെ ഉണ്ട് ക്യാമറയിൽ. ഞാൻ ലാസ്റ്റ് ഫുള്ള് കാണിച്ചതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഞാൻ ഇതൊരു ബ്രഷാണ്, എന്നിട്ട് ഐബ്രോണ് കോംബ് ചെയ്യും. എനിക്ക് വാട്ട് ചെയ്യുന്നു, ഐബ്രോ അങ്ങനെ ചെയ്യുന്ന വലിയ ഇഷ്ടമല്ല. So I just brush my eyebrows. പിന്നെ ചില സമയത്ത് എനിക്ക് ലൈക്ക് ഐബ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഐബ്രോ പെൻസിൽ. അപ്പം ഇത് ഞാൻ ഈ ബ്രഷുകൾ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യും, അപ്പോൾ നല്ല രീതിയിൽ കിട്ടും നമുക്ക്. See that? ഒരു നല്ല ഇല്ല, നമ്മൾ സ്റ്റിഫായി നിൽക്കും ചെയ്യും, യുനോ, നന്നായിട്ട് കോംബ് ചെയ്യണം. ഇത് വെച്ചിട്ട് ആ കളറ് നന്നായിട്ട് ഇതാവുമ്പോൾ നല്ല സ്റ്റിഫായി നിൽക്കും ചെയ്യും. ഓക്കെ, നൗ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. സോ ഹൈലൈറ്റർ ഇടുന്നുണ്ട്, ഇത് ഹൈലൈറ്റർ പൗഡറാണ്. ഓക്കെ, okay, this is my highlighter. ലിപ്സിന് തൊട്ട് മുകളിൽ കൊടുക്കുന്നുണ്ട്, ഒരു പ്രത്യേക ഗ്ലോ കിട്ടും. ഓക്കെ, സോ ഫൈനലി ഓൾമോസ്റ്റ് ഡൺ ആണ്. നമുക്കാകെ ലിപ്പും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ലിപ്പിൽ ഫസ്റ്റ് ഞാൻ ലിപ്പ് ലൈനറാണ് വെക്കുന്നത്. സോ ലിപ്പ് ലൈനർ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, കോർണേഴ്സിൽ മാത്രമേ. കാരണം കോർണേഴ്സിൽ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എത്താറില്ല മോസ്റ്റ് പ്രോബബ്ലി. സോ ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതൊരു റെഡ് കളറിൽ ലിപ്പ് ലൈനറാണ്. സോ ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ അപ്ലൈങ് ലിപ്പ് ബാമിന് ശേഷമാണ് ഞാൻ വേറെ ലിപ്പ് ലൈനർ, ഐ വിൽ ഷോ ദാറ്റ്, അതിന് അപ്ലൈ ചെയ്യും.
ലിപ് ലൈനർ. ഇതൊരു ബ്രൗൺ കളർ ലിപ് ലൈനറാണ്. സോ ഐ യൂസ് ദിസ് ഹിയർ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫൈൻ ആയിട്ടൊരു ലിപ് ലൈൻ കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് ഗിവ്സ് എൻ എലഗന്റ് ലുക്ക്. Okay, so finally our makeup is done. We'll show closer. ഒരു കാര്യമായിരുന്നു ഗൈസ്, ഞാൻ മസ്കാര ഇടുന്നില്ല റൈറ്റ് നൗ. അപ്പോൾ കോംബ് ചെയ്യാൻ മറന്നു. ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ കേൾ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇല്ല എന്നുള്ളൂ, അല്ലെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കോമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ, അപ്പം ലാഷസ് മേലെ ഉണ്ടാവും. അതൊന്ന് ആദ്യം പോക്കിയതിന് ശേഷം മുകളിലേക്കും അടിയിലേക്കും കോംബ് ചെയ്ത് കൊടുക്കാം. Finally we are done with our makeup. So now I'll be showing you the final look. ഓക്കെ, സോ ഞാനിപ്പം എൻ്റെ മേക്കപ്പ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനാണ്. സോ വാട്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഒരു ഫൈൻ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, വൺ തിങ്, പിന്നെ പ്രോഡക്ട്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.